ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ കോഴി വളർത്തുന്ന എല്ലാവർക്കും ഒരു ദിവസം പോലും കോഴിത്തീറ്റ ഇല്ലാതെ പറ്റില്ല. കോഴിത്തീറ്റകൾക്കൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വില കൂടിയിട്ടുണ്ട്. ഇനിയും കൂടുമെന്നാണ് കടക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ ചാക്കിന് 500 രൂപയാണ് കൂടിയിട്ടുള്ളത്. സ്റ്റാർട്ടറിന് കിലോന് 5 രൂപയാണ് കൂടിയിട്ടുള്ളത്. ഇന്നലെ സ്റ്റാർട്ടർ ഞാൻ വാങ്ങിയത് 52 രൂപക്കാണ്. 54നും വാങ്ങിയവരുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ സ്റ്റാർട്ടറിന് എന്താ വില എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗ്രോവറിനും വില കൂടിയിട്ടുണ്ട്, മറ്റ് തീറ്റകൾക്കൊക്കെ കൂടിയിട്ടുണ്ട്. ഞാൻ വേറെ തീറ്റ ഒന്നും വാങ്ങാത്തതുകൊണ്ട് എനിക്കറിയില്ല, എല്ലാത്തിനും കൂടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കോഴിത്തീറ്റകൾക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വില കൂടാനുള്ള കാരണം പിന്നെ അപ്പോൾ അത് നമുക്ക് നമ്മളെ പോക്കറ്റ് കാലിയാവാതെ ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിട്ട് എങ്ങനെ കോഴികൾക്ക് തീറ്റ കൊടുത്ത് വില വളർത്തിയെടുക്കാമെന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ കോഴിത്തീറ്റയ്ക്ക് പെട്ടെന്ന് വില കൂടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, കോഴിത്തീറ്റ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളായ സോയാബീൻ തവിട്, ചോളം, അരിത്തവിട് ഇതിനൊക്കെ നല്ല രീതിയിൽ തന്നെ വില കൂടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് തീറ്റയ്ക്കും വില കൂടിയിട്ടുള്ളത്. പിന്നെ ഈ തീറ്റയിൽ ചേർക്കുന്ന വൈറ്റമിൻസ്, മിനറൽ സപ്ലിമെൻറ്റ്സ് ഇതിനൊക്കെ നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനും വില കൂടിയെന്നാണ് പറയുന്നത്. അപ്പോൾ കോഴിത്തീറ്റയിൽ ഏകദേശം 70-80% ചോളമാണ് ചേർക്കുന്നത്. അപ്പോൾ മഴ ഭയങ്കര ആയതുകൊണ്ട് ഇപ്പോൾ ചോളത്തിൻ്റെ ഉൽപ്പാദനം കുറവാണ്. ഉൽപ്പാദനം കുറയുമ്പോൾ മാർക്കറ്റിൽ ലഭ്യത കുറവാണ്. ലഭ്യത കുറയുമ്പോൾ വില കൂടും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് കാരണം. പിന്നെ നമ്മളെ കേരളത്തിലേക്ക് ആവശ്യമായിട്ട് കോഴിത്തീറ്റ പ്രധാനമായിട്ടും വരുന്നത് ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടിയിട്ടുണ്ട്, ഇന്ധനത്തിൻ്റെ വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കോഴിത്തീറ്റൻ്റെ വില കൂടാനുള്ള പ്രധാന ഘടകങ്ങളാണ്. പിന്നെ ചോളം പോലത്തെ വസ്തുക്കൾ, ബയോ എത്തനോൾ എന്ന് പറഞ്ഞ പിന്നെ ഇന്ധനം, ഒരു ജൈവ ഇന്ധനമാണ്. അത് ഉണ്ടാക്കാൻ അതിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ചോളം ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെ ചോളം ആവശ്യമുണ്ട്. അപ്പോൾ ഈ ചോളത്തിൻ്റെ ലഭ്യത കുറവ് ഭയങ്കരമായിട്ട് ടൈറ്റ് വരുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിലൊക്കെ മില്ലുകളിൽ, തീറ്റ മില്ലുകളിലുള്ള കറണ്ടിൻ്റെ ബില്ല്, പണിക്കാരെ കൂലി, പാക്കിംഗ് ചാർജ് ഇതൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയോണ്ടാണ് നമുക്ക് തീറ്റയ്ക്ക് നല്ല വില കൊടുത്ത് നമ്മൾ തീറ്റ വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ എന്നും ഞാനും ഗ്രോവറും സ്റ്റാർട്ടറൊക്കെ ഞാനും എന്നും കൊടുക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഈ തീറ്റ ചിലവ് മാക്സിമം കുറച്ചുകൊണ്ട് എങ്ങനെയാണ് ഞാനിപ്പോൾ തീറ്റ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അത് ചോറാണ്, ഇത് പഴഞ്ചോറാട്ടോ. പഴഞ്ചോറൊന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ കൊടുക്കലുള്ളത്, ഇപ്പോൾ തണുപ്പായതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് എന്തെങ്കിലും ഒരു ഇല ഞാൻ ചേർക്കൂട്ടോ. ഇത് പപ്പായൻ്റെ ഇലയാണ്. നമുക്ക് എന്ത് വേണമെങ്കിൽ ചേർക്കാം. പായൻ്റെ ഇല ചേർക്കാം, ചേമ്പിൻ്റെ ഇല ചേർക്കാം, ഇംഗ്ലീഷ് ചീര ചേർക്കാം, പുല്ല് ചേർക്കാം, ഒക്കെ ചേർക്കാം. ഇപ്പോൾ ചേർത്തത് കുറച്ച് തേങ്ങയാണ്, രാവിലെ പുട്ടിൻ്റെ ബാക്കിയുള്ളതാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയുണ്ടെങ്കിൽ അത് ഇതിൽ ചേർക്കാം. പിന്നെ ഇത് തവിടാണ്. തവിടിന് അധികം വില കൂടിയിട്ടില്ല കേട്ടോ. ഇത് ഗോതമ്പ് തവിടാണ്, ഞാൻ എന്നും കൊടുക്കലുണ്ട്. പിന്നെയാണ് ഞാൻ ഇതാ ഗ്രോവർ കൊടുക്കണം കേട്ടോ. ഗ്രോവറിൻ്റെ അളവ് കണ്ടോളി, ഇതാ ഈ ഒരു ഗ്ലാസ്സിനാണ് ഗ്രോവർ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 100 ഗ്രാമോ 150 ഗ്രാമോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രേ ഗ്രോവർ ഒരു ദിവസം കൊടുക്കണുള്ളൂ കേട്ടോ. ഇത് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എല്ലാ ദിവസവും ഈ തീറ്റ അല്ല കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ മീൻ കുറേ ഉള്ള ദിവസമാണെങ്കിൽ മീനിൻ്റെ വേസ്റ്റ് മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ചിട്ട് അത് കൂട്ടി മിക്സ് ചെയ്യും. പിന്നെ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ ചേർക്കാമെന്ന് അറിയാം. ഇതിലേക്ക് നമുക്ക് മുട്ടത്തോട് പൊടിച്ചത് ചേർക്കാം, പിന്നെ പിണ്ണാക്ക് ചേർക്കാം, അവിൽ തവിട് ചേർക്കാം. അവിൽ തവിടിനൊക്കെ നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ വില കുറവുള്ള സാധനങ്ങൾ നോക്കി വാങ്ങിച്ച് നമുക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഷോപ്പിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ ഷോപ്പിൻ്റെ മുന്നിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓർക്കതെങ്ങനെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതി എന്നുണ്ടാവും. ഹോൾസെയിൽ കടയിൽ പോലെ എന്തായാലും നമുക്ക് ചാക്ക് കണക്കിന് തന്നെ കിട്ടാണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാതെ ഓരോ സ്ഥലത്തൊക്കെ ഇറങ്ങി പോയി നോക്കട്ടോ എന്തെങ്കിലും കിട്ടാണ്ടോന്നൊക്കെ. അന്നേരം നമ്മളത് കൊണ്ടുവന്നിട്ട് മഞ്ഞളും കല്ലുപ്പ് തന്നെ ഇടണം കേട്ടോ. കല്ലുപ്പിട്ട് വേവിച്ച് നമ്മൾ തവിടും ചോറും ഈ പച്ചക്കറി വേസ്റ്റും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് കോഴികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഓർക്കും ഉഷാറായി, നമുക്ക് തീറ്റ ചിലവ് കുറയും ചെയ്യും. ഇപ്പോൾ തീറ്റയ്ക്ക് വില കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് കോഴീൻ്റെ തീറ്റൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റില്ല. അളവ് കുറച്ചവർ ആരോഗ്യം പോവും, മുട്ടോൽപാദനം കുറയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ കൊടുക്കണ അളവ് തന്നെ കൊടുക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ഈ തീറ്റൻ്റെ കൂടെ പല സാധനങ്ങളും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ലഭ്യത ആയിട്ടുള്ള വില കുറവുള്ള പിന്നെ സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് അസോള വളർത്തുന്നവർക്ക് അസോള ഉണ്ടെങ്കിൽ സുഖം, 2-3 പിടുത്ത അസോള വാരി എടുത്തിട്ട് അതുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. പുല്ലരിഞ്ഞ് കൊടുക്കുക. ഇപ്പം നല്ല മഴയാണ്, മഴക്കാലത്ത് ഇഷ്ടം പോലെ ചെടികളുള്ളതാണ്. പറമ്പിൽ ഇനി ഒരു ചെടിയും ഇല്ലാത്തവർക്ക് പുല്ല് പറിച്ചരിഞ്ഞ് കൊടുത്താലും മതി. പുല്ല് നല്ലതാണ് കേട്ടോ കോഴികൾക്ക്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാ സൈസ് ഇലകളും, മുരിങ്ങ, ചീര, പപ്പായൻ്റെ ഇല, പിന്നെ ചായമൻസ എല്ലാം. ചായമൻസൻ്റെ ഒക്കെ ഒരു കമ്പൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടാൽ മതി, നല്ലപോലെ ഉണ്ടാവും കേട്ടോ ഈ ഒരു മഴക്കാലത്ത്. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു തീറ്റയാണ് സ്റ്റാർട്ടർ. അതായത് നമ്മൾ കോഴിമക്കൾ വിരിഞ്ഞിറങ്ങിയാൽ ആദ്യം കൊടുക്കണം സ്റ്റാർട്ടർ കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മാസം ഫുള്ളി നമ്മൾ സ്റ്റാർട്ടർ കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ടറിന് ഇത്രയും വില ആയ സ്ഥിതിക്ക് നമ്മൾക്ക് ലേശം ഒന്ന് തീറ്റ ചിലവ് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച സ്റ്റാർട്ടർ മാത്രം കൊടുക്കുക കേട്ടോ. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞ ശേഷം കുറേശ്ശെ സ്റ്റാർട്ടറിൻ്റെ കൂടെ
നമ്മൾ അരി ഉണ്ടല്ലോ, നമ്മൾ ചോറ് വെക്കണ അരി ആയാലും മതി, പച്ചരി ആയാലും മതി, എന്തരി ആയാലും മതി, നമ്മൾ നല്ലോണം മിക്സിയിൽ പൊടിച്ചിട്ട് നല്ല നൈസാക്കിയിട്ട് അതും കൂടി സ്റ്റാർട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവിലിൻ്റെ നുറുക്കുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗോതമ്പ് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്യാൻ പറയില്ല, എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു തണുപ്പ് ഉള്ള സമയമാണ്. ഇപ്പോൾ കോഴിക്കുട്ടികൾക്ക് ദഹനക്കേട് വരും. ഗോതമ്പ് ഞാൻ നല്ല വേനലിലൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ നമ്മളെല്ലാ ഷോർട്സിലും കണ്ടിട്ടുണ്ടാകും ഞാൻ മുരിങ്ങേൻ്റെ ഇല കൊടുക്കുന്നത്. മുരിങ്ങേൻ്റെ ഇല ഞാൻ കോഴിക്കും കോഴിമക്കൾക്കും ഒക്കെ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ. പിന്നെ ഇംഗ്ലീഷ് ചീര കൊടുക്കലുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ തീറ്റ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നേരം ഭക്ഷണത്തിന് പകരം നമ്മൾ ഇലകൾ കൊടുക്കുക. അപ്പോൾ ഓർക്ക് പിന്നെ വിശപ്പും മാറും, നമ്മൾക്ക് തീറ്റ ചെലവും കുറയും ചെയ്യും. അപ്പോൾ ഒരു നേരം ഇലകൾ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങേൻ്റെ ഇല കൊടുക്കുമ്പോൾ ആരോ പറഞ്ഞ് കട്ടുണ്ടാവും എന്ന്. കർക്കിടകത്ത് മുരിങ്ങയ്ക്ക് കട്ടുണ്ടാവും, പക്ഷേ അത് മനുഷ്യർക്കാണ്, പിന്നെ കോഴികൾക്ക് പ്രശ്നവും കാര്യമൊന്നും ഇല്ല കേട്ടോ. മുരിങ്ങേൻ്റെ ഇല അരിഞ്ഞു കൊടുക്കും, അരിയാതെ കൊടുക്കും, ഒക്കെ കൊടുക്കും. അപ്പം ഒരു നേരത്തെ തീറ്റ അങ്ങനെ കഴിയും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വളരെ കുറഞ്ഞ അളവിലാണ് സ്റ്റാർട്ടർ അരിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തത്. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ സ്റ്റാർട്ടറിൻ്റെ അളവ് കുറയും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടർ 1 കിലോ സ്റ്റാർട്ടർ നമുക്ക് സാധാരണ ഒരാഴ്ചയാണ് കിട്ടുന്നത് വെച്ചാൽ അത് കുറച്ചും കൂടി അധികം കിട്ടും. ഒരു കോഴിക്കുട്ടിൽ എത്ര ഉണ്ട് വെച്ചാൽ അതിൻ്റെ അളവിനനുസരിച്ചാട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം കുറഞ്ഞ അളവിലെടുത്തിട്ട് ബാക്കിയൊക്കെ കൂടി മിക്സിങ് ആക്കിയിട്ട് കൊടുക്കാൻ നോക്കുക. പിന്നെ 2 മാസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സ്റ്റാർട്ടറിൽ നിന്ന് ഗ്രോവറിലേക്ക് മാറുന്നത് കേട്ടോ. അപ്പോൾ ഗ്രോവറിലേക്ക് മാറുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ആദ്യം തന്നെ ഗ്രോവർ വെച്ച് കൊടുക്കില്ല. കുറച്ച് സ്റ്റാർട്ടറും കുറച്ച് ഗ്രോവറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം പിന്നെ ഗ്രോവർ തനിയെ കൊടുക്കുക. ഗ്രോവർ എന്ന് പറഞ്ഞാൽ ഈ കുറഞ്ഞ അളവിൽ കൊടുത്താൽ മതി. അധികം ഗ്രോവർ കൊടുത്താൽ എന്താ പറയുക, ഈ ബ്രോയിലർ കോഴികളെമാതിരി വല്ലാതെ തടിയും തൂക്കമൊക്കെ ആയി വരും നമ്മളെ കോഴികൾ. അപ്പോൾ കുറഞ്ഞ അളവിൽ കൊടുക്കുക നല്ലത്. പിന്നെ ചോറ് എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ കൊടുക്കലേ ഇല്ല. എന്താ വെച്ചാൽ ഇപ്പോൾ മഴയും തണുപ്പൊക്കെയാണ്. അപ്പോൾ കോഴിക്കുട്ടികൾക്ക് വേഗം തൂക്കം വരും. അല്ലെങ്കിലേ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കോഴികൾക്ക് അസുഖമാണ്, തണുപ്പായതുകൊണ്ട് അവിടെ തൂങ്ങി നിൽക്കുകയാണെന്നൊക്കെ. ഭയങ്കര മഴയാണല്ലോ, പിന്നെ പുറത്ത് വിടാതെക്കാൻ പറ്റൂല. ഞാനെന്ന് പറഞ്ഞാൽ എല്ലാ കോഴികളെയും ദിവസം വിടുന്നതാണ്. വിട്ടിട്ടില്ലെങ്കിൽ അവർക്ക് മുട്ടടാനുള്ള ഒരു ഇതുണ്ടല്ലോ, ആ കമ്പിക്കൂട്ടിൽ മുട്ടടാനും പറ്റൂല. ഓര് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വിടും. മഴ പെയ്യുകയാണെങ്കിൽ ഒരു കൂടിൻ്റെ വീട്ടിൽ അവിടെ കയറി നിൽക്കും. ശരിക്കും വിടാത്ത കോഴികളാണെങ്കിൽ മഴക്കാലത്ത് അതാണ് ഏറ്റവും നല്ലത്. ഓർക്കും അതാണ് നല്ലത്. പക്ഷേ ഫുൾ മഴയൊക്കെ നനഞ്ഞിട്ടാണ് ഈ കഫക്കെട്ട്, മൂട് ചീയൽ, കാല് തളർച്ച അതൊക്കെ വരുന്നത്. ഒരുവിധ അസുഖങ്ങളൊക്കെ ഈ മഴ കൊണ്ടാണ് വരുന്നത്. പെരും മഴയാണല്ലോ, അപ്പോൾ മഴ ചോരാത്ത മഴയല്ലേ. പിന്നൊരു കാര്യം, ഈ മഴക്കാലത്ത് വിരമരുന്ന് കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളെ വീഡിയോ ഇന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ കൊടുക്കുക കേട്ടോ വിരമരുന്ന്. എന്താണെന്ന് വെച്ചാൽ ഈ മഴയത്ത് ഇവർക്ക് ഇഷ്ടംപോലെ മണ്ണിര ഒന്ന് ചികഞ്ഞാൽ മതി, മണ്ണിര കിട്ടും. മണ്ണിര ഇഷ്ടം പോലെ ഉണ്ടാവുന്ന സമയം. അപ്പോൾ മണ്ണിര, പുഴുക്കൾ, പ്രാണികൾ ഇതൊക്കെ നടന്ന് തിന്നും വരും. എന്നിട്ട് ഇവർക്ക് വിരശല്യം കൂടിയിട്ട് ഒരു ദിവസം നല്ലോണം തൂങ്ങി നിന്ന് എണീക്കാൻ കഴിയാത്ത കോലത്തിലാവുമ്പോഴാവും നമ്മൾ കാണാം. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, ആദ്യം തന്നെ വേഗം തന്നെ വിരമരുന്ന് കൊടുക്കുക. വിരമരുന്ന് പല കമ്പനീൻ്റെ അവൈലബിൾ ആണ്. ഞാനിവിടെ കൊടുക്കാനുള്ളത് അൽബോമാർ എന്ന് പറഞ്ഞ മരുന്നാണ് കേട്ടോ. അൽബോമാറാണ് ഞാൻ കൊടുക്കാനുള്ളത്. ഞാൻ വലിയ കോഴിക്ക് 7 തുള്ളി അല്ലെങ്കിൽ 8 തുള്ളി കൊടുക്കും. കോഴിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് കൊടുക്കൽ. തീരെ വെയിറ്റ് ഇല്ലാത്ത കോഴിക്ക് അതിനനുസരിച്ച് ഡോസ് കുറയ്ക്കും. പിന്നെ വിരമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് നമ്മൾ ആ കോഴീൻ്റെ മുട്ടയോ ഇറച്ചിയോ ഉപയോഗിക്കാൻ പാടില്ല. അത് ആ മരുന്നുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് എടുക്കരുത് കേട്ടോ, നമ്മൾക്ക് ഭക്ഷ്യയോഗ്യമല്ല. അപ്പോൾ എന്തായാലും അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വിരമരുന്ന് ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വീണ്ടും കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 ഡോസായിട്ടാണ് വിരമരുന്ന് കൊടുക്കേണ്ടത്. കൊടുക്കാത്തവരൊക്കെ തന്നെ കൊടുക്കുക, വിട്ടു പോവണ്ട. എന്താ വെച്ചാൽ ഇനി ആ ഒരു പ്രശ്നം വരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ മഴക്കാലത്ത് ഉണ്ടാവുന്ന കോഴികളെ കഫക്കെട്ടിൻ്റെ ചുമൻ്റെയും മരുന്ന് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആൾക്കാർ ഇപ്പോഴും മെസ്സേജ് അയക്കേണ്ടത്, വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി കുത്തി പിഴിഞ്ഞ് നീരെടുക്കുക. വെള്ളം തീരെ ചേർക്കരുത്. പച്ചമഞ്ഞളും പിഴിഞ്ഞ് നീരെടുക്കുക. ഈ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു നീര് കിട്ടും. അപ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. അത് രാവിലെയും കൊടുക്കുക, വൈകുന്നേരം കൊടുക്കുക. വൈകുന്നേരവും ഉച്ചക്കും 3 നേരമായിട്ട് കൊടുത്താൽ കഫക്കെട്ട് 2 ദിവസം കൊണ്ട് തന്നെ മാറി കിട്ടും കേട്ടോ. വലിയ പൂവന്മാർക്കൊക്കെ ഇവിടെ മാറി കിട്ടിയിട്ടുണ്ട് അങ്ങനെ മരുന്ന്. ഇനി അഥവാ അതിന് മാറണില്ലെങ്കിൽ എന്തായാലും ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കണം. കഫക്കെട്ടിന് അസിത്രാളാണ് കൊടുക്കലുള്ളത്. ഇനി നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ലത് വെറ്റിനറി ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് കേട്ടോ. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കേട്ട മരുന്ന് ഇപ്പോൾ എൻ്റെ കോഴിക്ക് വർക്കായി വെച്ചിട്ട് നിങ്ങളെ കോഴിക്ക് വർക്കായി കൊള്ളുന്നില്ല. അതുകൊണ്ട് പിന്നെ ആ ഒരു മരുന്നാണ് കഫക്കെട്ടിൻ്റെ മരുന്ന്. അത് കൊടുത്താൽ വേഗം ഇവിടെ റിസൾട്ട് കിട്ടിയൊരു മരുന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചെറിയ കുഞ്ഞു കോഴികൾക്കുണ്ടല്ലോ, കുഞ്ഞു കോഴികൾക്ക് നമ്മളെന്തായാലും ഈ കഞ്ഞിക്കൂർക്കൽ, തുളസിയൊക്കെ കുത്തിപ്പിഴിഞ്ഞ് നീരെടുത്തിട്ട് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിർബന്ധമായിട്ടും കൊടുക്കട്ടോ. ഇപ്പം നല്ല മഴയാണ്, തള്ളക്കോഴി ഉണ്ടെങ്കിലും അവർക്ക് തണുപ്പടിക്കും. എല്ലാവരും ഓരോരുത്തർ പറഞ്ഞേക്കാം കോഴിക്കൂട്ടൽ വിരിയുമ്പോൾ നല്ലതായിരിക്കും, പിന്നെ കാണാൻ ചെറുക്ക് തൂങ്ങിക്കണമെന്നൊക്കെ വിഷമം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത് മഴ കൊണ്ട് കൂട് ക്ലീൻ ചെയ്യാൻ ഇറങ്ങാൻ പറ്റില്ല. ചിപ്പിളിപ്പൊടി അറക്കപ്പൊടി ഇട്ട് കൊടുത്തവർക്ക് പ്രശ്നമില്ല, അല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂട് ക്ലീൻ ചെയ്യാനോ ഇറങ്ങാനോ ഒന്നിനും കഴിയില്ല, മഴ കൊണ്ട് ഒന്നിനും പറ്റണില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇവർക്ക് എന്തായാലും കുടിക്കുന്ന വെള്ളത്തിൽ കുറച്ച് പച്ചമഞ്ഞൾ കുത്തി പിഴിഞ്ഞ് കൊടുക്കുക ഒരു ദിവസം. പിന്നെ നമ്മൾ കഞ്ഞി കുറുക്കൽ, തുളസിയൊക്കെ കുത്തി പിഴിഞ്ഞ് നീരെടുത്ത് എന്തായാലും കൊടുക്കുക കേട്ടോ കുഞ്ഞു മക്കൾക്ക്.
പിന്നെ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ കാര്യമോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കോഴികളെ സെയിലിനെ പറ്റിയോ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ചാനലിൽ കമൻറ്റ് ഇടാം. അല്ലാതെ എന്നെ ഡയറക്റ്റ് വിളിക്കരുത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഉണ്ടായിട്ടില്ല, ഭയങ്കര തിരക്കാണ്, ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കട്ടാക്കിയാൽ പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 10 പ്രാവശ്യമൊക്കെ വിളിക്കുന്ന നമ്പർ എനിക്ക് ബ്ലോക്ക് ആക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.